കണ്ണൂരിലെ മുൻ ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹത മാറ്റാനും ഈ മരണത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാനും വേണ്ടി CBI വരുന്നു. കുടുംബം സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം നടക്കാൻ പോകുന്നത്. CBIയുടെ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു ടെലിഫോൺ ചെയ്യുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ പ്രവീൺ ബാബു, എന്തായാലും നിങ്ങൾക്ക് സന്തോഷകരമായ തീരുമാനം സർക്കാരിൽ നിന്ന് വന്നിരിക്കുന്നു. നിങ്ങൾ ആഭ്യന്തര ഉപമന്ത്രിയും നമ്മുടെ മുഖ്യമന്ത്രിയും കണ്ടിരുന്നു. അപ്പോൾ ഇതിനോട് എന്താണ് താങ്കളുടെ ആദ്യ പ്രതികരണം? ഞങ്ങൾക്ക് തീർച്ചയായും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ്. കാരണം ഞങ്ങൾ ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ സംസ്ഥാന സർക്കാരിന് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും അതുപോലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയൊക്കെ സമീപിച്ചിരുന്നതാണ്. അന്ന് നമ്മുടെ അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് കോടതികൾ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊരു ധാരണയിൽ അവരെല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്ന അഫിഡവിറ്റ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അന്ന് അനുവദിക്കാതിരുന്നത്. പിന്നീട് കുറ്റപത്രം സമർപ്പിച്ച വേളയിലാണ് നമുക്ക് ബോധ്യമാകുന്നത് മിക്ക കാര്യങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ തന്നെ മിക്കതും അന്വേഷിച്ചിട്ടില്ല. അന്വേഷിച്ച് ഫയൽ ചെയ്ത റിപ്പോർട്ട് തന്നെ അപൂർണമാണ് എന്ന ബോധ്യത്തിലാണ് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെട്ട് വീണ്ടും തലശ്ശേരി കോടതിയെ സമീപിക്കുന്നത്. ആ അന്വേഷണം പോലും പ്രോപ്പറായിട്ടല്ല നടക്കുന്നത് എന്നതിന്റെ ഒരു ധാരണയിലാണ് ഞങ്ങൾ ഇപ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റ ഉടനെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും നേരിൽ കണ്ട് നിവേദനം കൊടുക്കുന്നതും ഇപ്പോൾ ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നതും. ശ്രീ പ്രവീൺ ബാബു, താങ്കൾ ഒരു അഭിഭാഷകൻ കൂടിയാണല്ലോ. നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിക്കുകയായിരുന്നു, ഇതിനകത്തൊരു CBI അന്വേഷണം ആവശ്യമില്ല എന്ന് കോടതി പറഞ്ഞ സ്ഥിതിക്ക് സംസ്ഥാന സർക്കാരിന് ഇത്തരമൊരു ഉത്തരവിടാൻ നിയമപരമായി അവകാശമുണ്ടോ അധികാരമുണ്ടോ എന്നായിരുന്നു ഈ പ്രേക്ഷകന്റെ സംശയം. നിയമവൃത്തത്തിൽ നോക്കുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ ആവശ്യപ്പെടുന്ന വേളയിൽ പോലീസ് സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തത് ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംശയമായിട്ടും അന്വേഷിക്കണം എന്ന് പറഞ്ഞു ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ അവരിതെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അന്വേഷണ പരിധിയിലുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അവർ അന്വേഷണ പുരോഗതിയും കോടതി അറിയിച്ചിരുന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്തിനാണ് മുന്നേ വേവലാതിപ്പെടുന്നത്, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നുള്ള ധാരണയിലാകാൻ കോടതി അന്ന് CBI ഇൻവെസ്റ്റിഗേഷൻ അനുവദിക്കാതിരുന്നത്. ശരിക്കും മുഖ്യമന്ത്രിയോടും ആഭ്യന്തരമന്ത്രിയോടും നിങ്ങൾ എക്സാക്റ്റ് ആയിട്ട് എന്തായിരുന്നു ആവശ്യപ്പെട്ടത്? CBI എൻക്വയറി മാത്രമായിരുന്നോ അതോ മറ്റെന്തെങ്കിലും കാര്യം കൂടി പറഞ്ഞിരുന്നോ? ഞങ്ങൾ CBI ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രീയവും സമഗ്രവുമായ ഒരു അന്വേഷണം തന്നെ വരണം. പല കാര്യങ്ങളും കോൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ CCTV വിഷ്വൽസിന്റെ പരിശോധന ഉൾപ്പെടെ അതുപോലെ കെമിക്കൽ എക്സാമിനേഷൻ റിസൾട്ടുകൾ സൈബർ ഫോറൻസിക് ലാബിലേക്ക് ഫോണുകൾ വിടേണ്ടതായിട്ടുണ്ടായിരുന്നു. അതായത് പ്രതി ചേർക്കപ്പെട്ട ആളുടെയും പ്രതി ആകേണ്ട ആൾക്കാരുടെയൊക്കെ ഞങ്ങൾ സംശയത്തിൽ പറഞ്ഞിരുന്ന ഫോണുകളുടെയൊക്കെ സൈബർ ഫോറൻസിക് ലാബിലെ റിസൾട്ടുകൾ വരേണ്ടതായിരുന്നു. അങ്ങനെ വളരെ ശാസ്ത്രീയമായ ഒരു അന്വേഷണം തന്നെയാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങളെ ബോധ്യപ്പെടുത്തിയിരുന്നു നേതൃത്വത്തെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഈ നവീൻ ബാബുവിന്റെ മകൾക്ക് വേണമെങ്കിൽ ഒരു ആശ്രിത നിയമനം കൊടുക്കാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഞങ്ങള് നേരത്തെ മുൻ സർക്കാരിന്റെ കാലത്ത് തന്നെ ആശ്രിത നിയമനത്തിനുള്ള അപേക്ഷ കൊടുത്തിരുന്നു. പക്ഷെ അവരതില് തീരുമാനമൊന്നും എടുക്കാതെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. ഈ മുൻ സർക്കാർ ഈ അന്വേഷണത്തൊക്കെ തന്നെ ഒരു പക്ഷപാതപരമായ നിലപാട് സ്വീകരിച്ചിരുന്നുവെന്ന് ഇപ്പോഴും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് വളരെ സംശയം ഉണ്ടാകുന്ന പല കാര്യങ്ങളുമുണ്ട്. അതിലൊന്ന് ACP രത്നകുമാർ അന്നത്തെ ACP ആയിരുന്നു. ഈ അന്വേഷണ സംഘത്തിലെ ഒരു പ്രധാനി തന്നെയായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തിടുക്കപ്പെട്ടാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. ഈ കുറ്റപത്രം സമർപ്പിച്ച ശേഷം ഉടൻ റിട്ടയർ ചെയ്യുന്നു. റിട്ടയർ ചെയ്ത ഉടൻ തന്നെയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം മത്സരിക്കുന്നു. അതും പാർട്ടി ചിഹ്നത്തിൽ തന്നെ. ഞങ്ങൾക്ക് സംശയിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും CBI വരുന്നതോടെ ശാസ്ത്രീയമായ വഴികളിലൂടെ താങ്കൾ പറഞ്ഞതുപോലെ അന്വേഷണം നടത്തട്ടെ. നമുക്കൊക്കെ നൊമ്പരമായി ഇപ്പോഴും മനസ്സിലുള്ള ഒരാളാണ് നവീൻ ബാബു. അദ്ദേഹത്തിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ മാറട്ടെ. താങ്ക് യു പ്രവീൺ ബാബു ഈ തത്സമയത്തിൽ ചേർന്നതിന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.